ശാന്തി. അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ പോയപ്പോൾ ബാബയുടെ അടുക്കൽ വളരെയധികം സുന്ദരമായ ഭോഗിൻ്റെ അലങ്കരിക്കപ്പെട്ട താലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ബാബയുടെ സമീപത്ത് ഭോഗിൻ്റെ താലം വെച്ചു. അപ്പോൾ ഒരു സെക്കൻഡ് ബാബ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുട്ടി ഇന്ന് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് ഭോഗിൽ ബൂന്തി ആണ്. അപ്പോൾ ബാബ പറഞ്ഞു, ബൂന്തി എന്ന വാക്കുമായി സാമ്യമുള്ള മറ്റൊരു വാക്ക് ഏതാണ്? അപ്പോൾ ഞാൻ എന്ത് പറയും എന്ന് ചിന്തയിലാണ്ടു. ഞാൻ പറഞ്ഞു, ബൂന്ത്, അതായത് തുള്ളി. അപ്പോൾ ബാബ പറഞ്ഞു, രണ്ട് വാക്കുകളുടെയും അർത്ഥം കുട്ടിക്ക് അറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഈ രഹസ്യം ഏത് ഭാവത്തോടെയാണോ അങ്ങ് ചോദിക്കുന്നത്, അങ്ങ് പറയുന്നത് അത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഭാവം അങ്ങ് തന്നെ മനസ്സിലാക്കിച്ചു തരണം, പറഞ്ഞു തരണം. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബൂന്ത് അഥവാ തുള്ളി എന്ന് പറയുമ്പോൾ ശിവന്റെ മേൽ വീഴുന്ന ഓരോ തുള്ളിക്കും മഹത്വമുണ്ട്. ബാബ ചോദിച്ചു, ശിവന്റെ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ശ്രദ്ധ കൊടുത്തിട്ടില്ല. ബാബ പറഞ്ഞു, കുട്ടി, ശിവന്റെ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ മുകളിലായി ഒരു പാത്രം തൂക്കിയിടാറുണ്ട്. അതിൽ നിന്നും തുള്ളി തുള്ളിയായി വെള്ളം വീണുകൊണ്ടിരിക്കും. ആ ജലത്തുള്ളികൾ ഒരിക്കലും നിൽക്കുകയില്ല. അത് വന്നുകൊണ്ടേയിരിക്കുന്നു, ശിവന്റെ മേൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് വിശേഷിച്ച് ബൂന്തിയുടെ ഭോഗാണ്. ബാബ പറഞ്ഞു, ഈ ബൂന്തിയുടെ ഭോഗം ഒന്നാമതായി വിശേഷിച്ച് ബിന്ദു രൂപത്തിൻ്റെ അഥവാ ആത്മാവിൻ്റെ സ്മാരക സ്വരൂപത്തിൻ്റെതാണ്. രണ്ടാമതായി ബാബ പറഞ്ഞു, ബിന്ദുവിൽ ബൂന്തിയുടെ മാധുര്യവുമുണ്ട്. ബാബയുടെ വീട്ടിലെ ഒരു കണികയ്ക്ക് പോലും വളരെയധികം മഹത്വമുണ്ട്. ഭക്തിയിലും തുളസിയുടെ ഒരു ഇലയോ മധുര പലഹാരത്തിൻ്റെ ഒരു കണികയോ നൽകും. ചിലർ കൽക്കണ്ടവും നൽകുന്നു. ബാബയുടെ വീട്ടിൽ കുട്ടികൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ഭോഗ് ലഭിക്കുന്നു. വളരെ സ്നേഹത്തോടെ കുട്ടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം ബാബയുടെ ഓർമ്മയിൽ തയ്യാറാക്കിയതാണ്. ബാബയുടെ ശക്തി നിറഞ്ഞതാണ് ആ ഭോഗ്. ബാബ ഇന്ന് വിശേഷിച്ച് ബൂന്തിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേൾപ്പിക്കുന്നത്? ബാബയുടെ വീട്ടിലെ ബൂന്തിയുടെ ഒരു കണിക സ്വീകരിക്കുകയാണെങ്കിൽ പോലും ആ ഭാവനയോടെ കഴിക്കണം. ബൂന്തി ബിന്ദു രൂപത്തിൽ ആയിരിക്കുന്നത് പോലെ ആത്മസ്വരൂപത്തിൻ്റെ ഭാവനയോടെ കഴിക്കണം. ബാബ പറഞ്ഞു, ഇതും തൻ്റെ സ്മൃതി വരുത്തുകയാണ്, ഒപ്പം മാധുര്യവും കൊണ്ടുവരുന്നു. ബാബ പറഞ്ഞു, തൻ്റെ സ്വരൂപത്തിൻ്റെയും പരമാത്മാ സ്വരൂപത്തിൻ്റെയും ഓർമ്മ വരുത്തുന്നു. കാരണം പരമധാമത്തിൽ എല്ലാ ആത്മാക്കളും ഒന്നിച്ചാണ് നിവസിക്കുന്നത്. അവരവരുടെ സ്ഥാനങ്ങളിലായിരിക്കും ഇരിക്കുന്നത്, എങ്കിലും ഒരുമിച്ചാണ്. ഇന്ന ധർമ്മത്തിലെ ആത്മാവാണെന്നോ ഇന്ന ജാതിയിലെ ആത്മാവാണെന്നോ ഉള്ള ഭാവം ഉണ്ടായിരിക്കുകയില്ല. ബാബ പറഞ്ഞു, പരംധാമത്തിൽ ഓരോ ആത്മാവും മധുരതയുടെ രൂപത്തിൽ ബ്രഹ്മാണ്ഡത്തിൽ പരംധാമത്തിൽ തൻ്റെ വീട്ടിൽ വളരെയധികം സ്നേഹത്തോടെ നിവസിക്കുന്നു. സ്ഥാനത്തിന് വേണ്ടി യാതൊരു വഴക്കുകളും ഉണ്ടാകുന്നില്ല. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു, നിങ്ങൾ എൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന്. സ്ഥാനത്തിന് വേണ്ടിയും വഴക്കുകൾ നടക്കുന്നില്ല.
ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഡ്രാമ എങ്ങനെയാണ് ഫിക്സ് ആയിരിക്കുന്നതെന്ന്. ബാബയാണെങ്കിൽ പരംധാമത്തിൽ വസിക്കുന്നു. സംഗമയുഗത്തിൽ ബാബ വരുന്നു. എന്നാൽ ബാബയോടൊപ്പം എല്ലാ ആത്മാക്കളും വസിക്കുന്നു. ബാബയാണെങ്കിൽ സാഗരമാണ്. ശാന്തിയുടെയും സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മാധുര്യത്തിൻ്റെയും. ബാബ പറഞ്ഞു, പരസ്പരം ഒരിക്കലും ആത്മാക്കളിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള അസ്വാരസ്യങ്ങളോ വഴക്കുകളോ ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. കാരണം മധുരമായ ബാബ ഇരിക്കുകയാണ്. ഇന്ന് ബാബ വളരെ സ്നേഹത്തോടെ ദൃശ്യവും എമർജ് ചെയ്യുകയായിരുന്നു, കേൾപ്പിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബ്രാഹ്മണരായ കുട്ടികൾക്ക് ഓരോന്നിൻ്റെയും മഹത്വം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ബാബയുടെ വീട്ടിലോ സെന്ററിലോ മധുബനിലോ എവിടെയാണെങ്കിലും ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും രുചിച്ചറിയുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് ഓരോ കാര്യത്തിൻ്റെയും മഹത്വവും ജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ബാബ പറഞ്ഞു, എപ്പോഴെല്ലാം ബാബയുടെ ഭോഗ് കഴിക്കുന്നുവോ അപ്പോഴെല്ലാം കുട്ടികൾക്ക് ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. അതിൽ ഏതൊരു ശക്തിയും ബലവും നിറഞ്ഞിരിക്കുന്നുവോ അത് അനുഭവിക്കണം. ഈ ഭോഗിൽ ഓരോ ചെറിയ കണികയിൽ പോലും ഇത്രയും ശക്തി നിറഞ്ഞിരിക്കുകയാണ്. ബാബയുടെ മുന്നിൽ ഇന്ന് അത്രയും വെറൈറ്റി ഭോഗിൻ്റെ താലങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബയ്ക്ക് പല ആത്മാക്കളുടെയും ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, സമയമനുസരിച്ച് ബാബയുടെ അടുത്ത് ഇത്രയും കുട്ടികളുടെ ഓർമ്മകളും കാര്യങ്ങളും പരാതികളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ ബാബ തൻ്റെ കുട്ടികളെ ഏറ്റവും ആദ്യം ത്യാഗവൃത്തി പഠിപ്പിച്ചു. ലോകത്തെ ത്യജിച്ചു. പിന്നെ വൈരാഗ്യം, അതായത് വിരക്തി വന്നു. പിന്നെ അപ്രകാരമുള്ള സേവനങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു എന്നതും ബാബ നോക്കുകയാണ്. ബാബ പറഞ്ഞു, ഇപ്പോൾ സമയമനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വൈരാഗ്യം വരുന്നുണ്ട്. പിന്നെ സമയത്തെ കണ്ടുകൊണ്ട് കുട്ടികളിൽ അത്രത്തോളം ത്യാഗത്തിൻ്റെ ഭാവനയും ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ പറഞ്ഞു, സംഗമയുഗം തന്നെ വിശേഷ ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ളതാണ്. വിശേഷിച്ച് ഓരോ പ്രകാരത്തിലും സ്വയം തന്നിൽ ശക്തി നിറയ്ക്കുവാനുള്ളതാണ്. ത്യാഗത്തിൻ്റെ വൃത്തിയുടെ ഭാവനയോടെയും സ്നേഹത്തിൻ്റെ ഭാവനയോടെയും പരസ്പരം കഴിയുമ്പോൾ ഭവസാഗരത്തിലെ തോണി ഇക്കരെ നിന്നും മറുതീരത്തേക്ക് വളരെ സഹജമായ രീതിയിൽ പുറപ്പെടും, മുന്നോട്ട് പോകും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ 2-3 രൂപത്തിൽ ദൃശ്യങ്ങൾ എമർജ് ചെയ്തുകൊണ്ട് സന്ദേശം കേൾപ്പിച്ചു. പിന്നെ ബാബ എല്ലാവർക്കും, വിശേഷിച്ച് ഭോഗുവയ്ക്കുന്ന സഹോദരി സഹോദരന്മാർക്കും സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.